ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആട്ടപ്പൊടി വെച്ചിട്ട് ഒരു സ്വീറ്റ് ആണ്. ഗുലാബ് ജാമുൻ്റെ ഒക്കെ ഒരു സ്റ്റൈല്, വീറ്റ് ഫ്ലോർ ജാമുൻ എന്ന് തന്നെ പറയാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ആണ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്, ഗോതമ്പ് പൊടി. അതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി എടുത്തിട്ടുണ്ട്, 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണിയണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതൊന്ന് തണിയട്ടെ. ആ ടൈമിൽ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പിന്നെ ഇതൊന്ന് തിളക്കാൻ തുടങ്ങില്ല. അത് തിളക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ തിളപ്പിക്കുക. 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുക. ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആട്ടപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം കുറച്ച് ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുക, ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണോളം വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ മാവാക്കുന്ന പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒക്കെ ഒരു മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഓരോന്ന് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. കുറച്ച് ചെറിയ ബോൾസ് ആക്കിയാൽ മതി. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വലുതായി വരും. ബേക്കിംഗ് സോഡ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വലുതായി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഉരുട്ടി ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് എണ്ണ നന്നായി ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചൂടോടെ തന്നെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊരു 5 മുതൽ 6 മണിക്കൂർ വരെ നന്നായിട്ട് അത് സോക്ക് ആവണം. എന്നാൽ മാത്രമേ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. ഇപ്പോൾ ഇതാ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് വളരെ എളുപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സിംപ്ലി മൈ പാഷൻ.